കാളി ക്ഷേത്രത്തിൽ കയറി കലകടച്ചിരുന്നത് ആളി വന്ന് കുട്ടി വിളിച്ചപ്പോൾ അകത്തായിരുന്നു. അപ്പോൾ അയാൾ പുറത്തായിരുന്നു, പുറത്തിലാളി അകത്തായിരുന്നു ദാസൻ, ആളിദാസൻ. നാളത്തെ മൊത്തം വിളിക്കാൻ പറഞ്ഞു. ദേവി കൃഷ്ണനുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, സമയമില്ല. ഈ കഥ അവിജ്ഞാന സഹോദരൻ ലോകപ്രസിദ്ധമാണ്. അത്തരം ഒരു പുസ്തകത്തിൻ്റെ കഥ എന്ന കാണുക എന്ന് പറഞ്ഞാൽ മാറിക്കേട്ട സത്യം. ജർമ്മൻ എഴുത്തുകാരനായ ഗെയ്ഥെ എന്ന് പറയുന്ന ആളാണ് ശാവുണ്ടം എന്ന പുസ്തകത്തെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല എന്ന് മനസ്സിലാക്കണം. ഈ കഥാവിഷയം അതിൻ്റെ അസ്ഥികൂടം അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിന് കിട്ടിയത് മഹാഭാരതത്തിന് മുമ്പ്, മഹാഭാരതം എന്ന പുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് ഇതിലെ നായകനും നായികയുമായ കൃഷ്ണനും സമുദ്രം. അതിനു മുമ്പ് ജീവിച്ചിരുന്നവരാണ് നളനും ദമയന്തിയും. നളനെയും ദമയന്തിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന ആട്ടക്കഥ എഴുതിയ, പിന്നെ നളൻ എന്ന് പറയുന്ന ആട്ടക്കഥ പിന്നെ നമ്മുടെ കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത. അപ്പൊ ഈ കഥ ഒരു അസ്ഥികൂടമായിട്ടാണ് കാളിദാസൻ എഴുതുന്നത്. അദ്ദേഹം അതിൻ്റെ മജ്ജയും മാംസവും കണ്ടുപിടിച്ചു, ഒരുപാട് മാറ്റങ്ങൾ എത്തി. ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ ഈ കഥ പറയുന്നത് ദുഷന്തൻ എന്ന് പറയുന്ന രാജാവ്, ഹസ്തിനപുരത്തെ രാജാവാണ്. അദ്ദേഹം കാട്ടിൽ വേട്ടയ്ക്ക് പോകും. ഇനി ദുഷന്തൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും മറക്കരുത്. ദുഷ്യന്തനല്ല, ദുഷന്തൻ, ദുഷിച്ച പ്രതിജ്ഞയോട് കൂടിയത് എന്നാണ് വാക്കിന്റെ എന്ന് പറഞ്ഞ വാക്ക് വായിച്ച അയാൾ ജീവിതത്തിൽ അയാൾ അതുകൊണ്ട് കാണിച്ചു. അയാൾ പ്രയോഗിച്ച് ഗർഭിണിയാക്കിയ സമുദ്രയോട് അയാൾ വാക്കുവായി. ആ പേരിന്റെ അർത്ഥം ഒരാളിപ്പം ജനിക്കുമ്പം പേരിടുന്നതൊന്നും നോക്കിയിട്ടൊന്നുമല്ല പേരിടുന്നത്, പേരിന്റെ അർത്ഥം. ഇവിടെ സംഭവിച്ചത് എന്താണ്? കൃഷ്ണൻ എന്ന് പറയുന്ന രാജാവ് ഹസ്തിനപുരത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോയി. ഇങ്ങനെ കാട്ടിലൂടെ വേട്ടയാടി നടക്കുമ്പോൾ അദ്ദേഹത്തിന് വഴിതെറ്റി അദ്ദേഹത്തിന് കയറുന്നത് ഒരാശ്രമത്തിലാണ്. അത് ആരുടെ ആശ്രമമൊന്നും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അവിടെ ചെന്ന് കൂട്ടി വിളിച്ചു. വളരെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ഇതാരുടെ ആശ്രമമാണ്? ഇതിൻ്റെ വളർത്തച്ഛനായ കർമ്മന്റെ ആശ്രമമാണ്. അദ്ദേഹം പോയി വളർത്തച്ഛൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് എൻ്റെ അച്ഛനല്ല, കർമ്മൻ. വിശ്വാമിത്ര മഹർഷിയും മേനക എന്ന് പറയുന്ന അക്ഷര സ്ത്രീയും ഉണ്ടായ മകളാണ്. അതെന്താണ് അതിൻ്റെ കഥ? അപ്പോൾ പറഞ്ഞു, വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്ത് ഇന്ദ്ര പദവിയിലെത്തും എന്ന് പേടി ഉണ്ടായപ്പോൾ തപസ് മുടക്കാൻ വേണ്ടി ദേവേന്ദ്രൻ പറഞ്ഞയച്ചതാണ് മേനക. മേനക ഒരു വസന്തകാലത്ത് വന്ന് നൃത്തം ചെയ്തപ്പോൾ അതിൽ മയങ്ങി വീണു പോയി വിശ്വാമിത്രൻ. അങ്ങനെ മയങ്ങി വീണപ്പോൾ സംഭവിച്ചത് എന്താണ്? അവിടെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാഗം തപസ് എല്ലാം അതോടൊപ്പമായി. മേനക പ്രസവിച്ചു. ആ കുട്ടിയെ കാട്ടിൽ പോയി. അവിടെ കർമ്മമഹർഷി അവിടെ തുടങ്ങി. കർമ്മമഹർഷിയുടെ വളർത്തുന്നതാണ് ഇവര് സംസാരിച്ച് ഇവർ വളരെ ഇഷ്ടത്തിലായി. പിന്നെ അവിടെ വെച്ച് തന്നെ കല്യാണവും ദുരിതവും എല്ലാം അവിടെ വെച്ച് തന്നെ. എന്നിട്ട് ദുഷന്തമായി നിന്നെ വൈകാതെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് ദുഷന്തൻ സ്വന്തം രാജ്യത്തേക്ക് പോയി. പക്ഷേ ആ ദുഷന്തൻ ശകുന്തളയെ മാറി. അവിടെ ഗർഭിണിയെ അച്ഛൻ തിരിച്ചു വന്നു. ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? ഈ ഗർഭിണിയായ വളർത്തു കുട്ടിയെ ദുഷന്തന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ദുഷന്തൻ യാതൊരു പരിചയവും ഓർമ്മയും ഇല്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. ഇവിടെ അവിടെ നിന്ന് നെഞ്ചിനി വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ പറയുന്നത് സത്യമാണ്,
ഈ മനുഷ്യനാണ് എൻ്റെ ഗർഭത്തിൽ ഉത്സവമായി ഡെലിവറിയിൽ തെളിവ് കാരണം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തളർന്നു പോകും എന്ന മട്ടിലൊരു കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മെസ്സേജുണ്ടായി ദുഷന്ത നിന്റെ കുഞ്ഞിനെയാണ് അവളെ സ്വീകരിച്ചത്. ഇങ്ങനെ ദുഷന്ത അവളെ സ്വീകരിച്ചത്. ഇതാണ് മഹാഭാരതത്തിലുള്ള ഈ സംഭവങ്ങൾ എല്ലാം മാറ്റി മറിച്ച് അടിപടലെന്ന് വേറെ ഒരു കഥയാക്കി കാളിദാസൻ മാറ്റി. അങ്ങനെയാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന് വെച്ചിട്ടുള്ളത്. അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളം എന്ന് പറയാം. എന്താണ് സംഭവം? അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി ഇതിനെ നാടകമാക്കിയതെന്ന് ചോദിച്ചാൽ അതൊന്നും ഇതിന് മറുപടിയില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ലോകം ഇന്ന് ശാകുന്തളം അറിഞ്ഞുകൂടാത്ത ഒരു ലോകരാജ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ ജയിച്ച് എന്ന് പറയുന്ന മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് നാടകം എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. മൂലകഥയും കാളിദാസന്റെ ശാകുന്തളവും തമ്മിലുള്ള വ്യത്യാസമുണ്ടായി. അത് ഇനി ഞാൻ പറയാൻ പോകുന്ന അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന പുസ്തകത്തിലെ കഥയായിരുന്നു. നാടകം എല്ലാ സംസ്കൃത നാടകങ്ങളും തുടങ്ങുന്നത് ഈശ്വര സ്തുതിയാണ്. കാളിദാസൻ ഒരു ശിവഭക്തനാണ്. അതുകൊണ്ട് എല്ലാ നാടകത്തിലെയും പോലെ ശാകുന്തളവും തുടങ്ങുന്നത് ശിവനെ സൂക്ഷിച്ചുകൊണ്ടാണ്. 8 മൂർത്തികളുള്ള ശിവൻ, അഷ്ടമൂർത്തി, 8 മൂർത്തികളുള്ള ശിവനെ വിവരിച്ചുകൊണ്ടാണ് ഈ നാടകം ആരംഭിക്കുന്നത്. സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അയാൾ നാടകത്തിലെ കഥാപാത്രമൊന്നുമില്ല. നാടകത്തിന് ബിഗിനിങ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം നടിയിലാണ്. ഇവര് നമ്മൾ സംസാരിക്കും. മനഃപ്പൂർവ്വം സംസാരിക്കുകയാണ്. നമ്മുടെ നാടകത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി അവർ സംസാരിക്കുക. നമ്മളിപ്പം മഹാകവി കാളിദാസന്റെ ശാകുന്തളം എന്ന് പറയുന്ന നാടകമാണ് കൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് പറയും. അപ്പൊ പറയും അതൊന്നും കാളിദാസ അത്ര വലിയ കവിയാണ്, വേറെ കവികളൊന്നും ബുദ്ധിമില്ല. ഇവർ തമ്മിൽ മനഃപൂർവ്വം സംസാരിക്കുകയാണ്. അപ്പം ഇയാൾ പറയും, അതെ അങ്ങനെ സംസാരിക്കരുത്. വിദ്വാൻമാരെ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരും. ആ പരിദോഷാത് വിദുഷാന സാധു എന്നീ പ്രയോഗവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവൻ പറയാണ് ഇത് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ശരത്കാലത്തെ കുറിച്ച് എനിക്കൊരു പാട്ട് പാടി. അപ്പം എന്ത് ചെയ്യും? ഇവിടെ പാട്ട് നടി പാട്ട് കഴിയുമ്പോൾ സൂത്രധാരൻ പറയണം ഇതിന്റെ പാട്ട് എത്ര കൂടുതൽ. പണ്ട് വേഗതയേറിയ ഒരു മാനിന്റെ പിന്നാലെ ദുഷന്തൻ പോയതുപോലെ ഇതിന്റെ പാട്ടിന്റെ പിന്നാലെ എന്റെ മനസ്സങ്ങ് പോയി. ഇത് മനഃപൂർവ്വം പറയാനും സീൻ മാറാൻ ഒരു ഓടിപ്പോകുന്ന മാനിനെ രഥത്തിൽ നിന്ന് അമ്പരിയാൻ ശ്രമിക്കുന്ന ദുഷ്യന്തൻ രംഗപ്രവേശം ചെയ്യുന്നു. അതിന് വേണ്ടിയാണ് ഈ ഡയലോഗ് പറയുന്നത്. വേഗമേറും മൃഗത്താലി രാജ ദുഷ്യന്തൻ എന്ന ഓൾ എന്ന് പറയുന്നത് മനഃപൂർവ്വം പറയണം. അപ്പൊ മാനായിട്ട് നൃത്തം കളിക്കും. അതിന്റെ പുറകെ തേരിൽ നിന്ന് ദുഷ്യന്തൻ അതൊക്കെ അഭിനയിക്കുകയാണ്. അങ്ങനെ തേര് കളിക്കുന്നവനും ദുഷ്യന്തനും നമ്മൾ സംഭാഷണം. ആ മാനുണ്ട്. അപ്പം സുഖം പറയും, സ്വാമി കുഴപ്പമില്ല, അത് നമ്മുടെ ഈ കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മളെ ഈ പ്രശ്നം. ഞാൻ തേരെ കുറച്ച് വേഗതയിൽ ഓടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഈ ഓടിപ്പോകുന്ന തേരിന്റെ മുമ്പിൽ 2 മഹർഷിമാർ പ്രത്യക്ഷപ്പെട്ടു. വളരെ വിളിച്ച് പറയണം, ആശ്രമമൃഗോയം ഹന്തവ്യോ ഹന്തവ്യം. അതിന്റെ അർത്ഥം ഇത് ആശ്രമമൃഗമാണ്, കൊല്ലരുത്. ആശ്രമത്തിന്റെ മോനാണ്. ആശ്രമത്തിലെ മാൻ ആശ്രമത്തിന്റെ അതിർത്തി വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദുഷ്യന്തന്റെ കണ്ണിൽപ്പെട്ടതാണ്. കാട്ടിലെ മാനാണെന്ന് വിചാരിച്ചാണ് ദുഷ്യന്തൻ അമ്പ് തൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷെ ഇവരെ അലറി വിളിച്ചപ്പോൾ ദുഷ്യന്തനോട് പേര് നിർത്താൻ തോന്നി. പാവം കിട്ടും ആശ്രമം എന്ന് പറഞ്ഞു. അപ്പോൾ പേര് കിട്ടി. അപ്പോൾ 2 ഋഷിമാരും മഹാരാജൻ ഇത് ആശ്രമത്തിലെ മാനാണ്. ഇതിൻ്റെ അടുത്താണ് കണ്ണുവാശ്രമം. കണ്ണൂർ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമം. അവിടുത്തെ മാനാണ് കൊല്ലരുത്. അപ്പോൾ ദുഷ്യന്തൻ ഉടനെ തന്നെ ബില്ലുവാങ്ങുമെല്ലാം മുടക്കി വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു
അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആശ്രമത്തിൽ കയറി ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. ട്യൂഷൻ കൊണ്ടുപോയി ട്യൂഷൻ കൊണ്ടുപോയി വളരെ നല്ല കാര്യം, വിശ്രമം ലാഭമൊക്കെ ഉണ്ട്. അവിടെ കണ്ണു കർഷിയില്ല, ഒരു ദീർഘയാത്രയ്ക്ക് പോയി. അദ്ദേഹത്തിൻ്റെ വളർത്തുമകൾ ശകുന്തള അവിടെ ഉണ്ട്. അങ്ങേക്ക് അവളെ കാണാം, അവളുടെ സൽക്കാരം ഏറ്റുവാങ്ങാം. അദ്ദേഹമെല്ലാം അവിടെ നിർത്തിയിട്ട് ദുഷ്യന്തൻ ഇറങ്ങിയാണ്. എന്നിട്ട് എല്ലാവർക്കും കർശനമായ നിർദ്ദേശം കൊടുത്തു. വേട്ട നിർത്തി വച്ചിരിക്കുന്നു, വേട്ടയാടരുത്, ഇവിടെ ഒരു ശല്യം ഉണ്ടാക്കരുത്. ആശ്രമവാസികളായ മഹർഷിമാരെന്ന് പറയുന്നത് സ്പർശാനുകൂല ഇവ സൂര്യകാന്ത എന്ന് പറഞ്ഞാൽ സൂര്യകാന്ത കല്ലുകൾ പോലെയാണ് ആശ്രമത്തിലെ മഹർഷിമാർ. അവരെ അങ്ങോട്ട് പോയി ചുരണ്ടിയാൽ അടി തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവർ കയ്യിലെടുത്ത് ഓമനിക്കാവുന്ന തണുത്ത സൂര്യകാന്ത കല്ലുകൾ പോലെ നിൽക്കും. ആശ്രമം ഒരു ശല്യം ഉണ്ടാക്കരുത്. എല്ലാ വൈദ്യമാണ് സൈനികരും അവരും എല്ലാം വിശ്രമിക്കാൻ പോകും. ദുഷ്യന്തത്തിനെ ദുഷ്യന്ത ഇങ്ങനെ ആശ്രമത്തിലോട്ട് പോകുന്ന സമയത്ത് 3 പെണ്ണുങ്ങളുടെ വാർത്തകളും ഇങ്ങനെ കേൾക്കാം. ഇതൊന്നും മഹാഭാരതത്തിലെ കഥയിലില്ല, അത് ഓർക്കണം. അവിടെ ചെന്നു മരത്തിന് മറഞ്ഞ ഒരു ദുഷ്യന്തിങ്ങനെ നോക്കുക. ഒരു നല്ല കാണാൻ ചന്തമുള്ള ഒരു സ്ത്രീയും 2 തോഴിമാരുടെ വെള്ളം നനയ്ക്കണം ചെടികളിൽ. അപ്പൊ ദുഷ്യന്തൻ ഇതായിരിക്കുമോ, ആ കാണാൻ സുന്ദരിയായ സ്ത്രീ ആയിരിക്കുമോ, കണ്ണുവിൻ്റെ വളർത്തുള്ളതായ സൗന്ദര്യം എത്രതായാലും ഒരു വീട്. അപ്പൊ മരത്തിന് മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുകയാണ് ദുഷ്യന്തൻ. മനസ്സിലായിരിക്കും ഒരു പിടി കിട്ടിയില്ല, ആരാണ് എന്നൊരു പിടി കിട്ടിയില്ല. ഒരു പുരുഷൻ മറഞ്ഞു നിന്ന് നോക്കുന്നു എന്നുള്ളത് ഈ 3 പെണ്ണുങ്ങളും അറിയുന്നില്ല. അതിൻ്റെ ഒരു തമാശയും കൂടെ അതിനകത്തുണ്ട്. ഈ ശകുന്തള എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ സ്ത്രീ പറയുകയാണ്, മറ്റൊരു തോഴിമാരാണ് കേട്ടോ, അനശ്രീ മതി, എടി നിങ്ങളെല്ലാവരും കൂടി എൻ്റെ വൽക്കരം വലിച്ചു മുറുക്കി കെട്ടിത്തന്നു, എനിക്ക് ഭയങ്കര ശ്വാസം ഉണ്ടായി, ഒന്ന് അഴിച്ച് ശരിയാക്കി തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് അശ്ലീലം എന്ന് വിളിക്കാം, പക്ഷെ അങ്ങനൊന്നുമല്ല. ഈ 2 പെണ്ണുങ്ങളും കൂടി ഇവിടെ വൽക്കരം അടിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവളുടെ മാറിടം നഗ്നമായി ദുഷ്യന്തൻ കാണുകയാണ്. എന്നിട്ട് അവർ ആ വൽക്കരം അതേപോലെ കെട്ടിപ്പോയി. ആ രക്തത്തിൽ ദുഷ്യന്തൻ എന്ത് പ്രതികരിച്ചു എന്ന് കാളിദാസൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ത് പ്രതികരണമാണെന്ന് അതില്ല. പക്ഷേ അതിൽ ദുഷ്യന്തൻ വീണു എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം അഴിച്ചു കെട്ടി പെണ്ണുങ്ങൾ വീണ്ടും വെള്ളം പോവുകയാണ്. അപ്പോഴ് മുല്ലച്ചെടികളുണ്ട്. അത് ശകുന്തള ഓമനിച്ച് വളർത്തുന്ന മുല്ലച്ചെടിയാണ്. അതിൻ്റെ പേര് വനജ്യോത്സനം. ഇവിടുത്തെ പേരാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലെ പൂച്ചയ്ക്കും പട്ടിക്കും പേരിടാറുണ്ട്, പക്ഷേ വീട്ടുമുറ്റത്തിരിക്കുന്ന പ്ലാവിന് പേരിടാറുണ്ട് ഇല്ല. അവിടെ കാളിദാസൻ ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ അവരും പേരിന് അർഹരാണ്. ഒരു പ്ലാവ് ആയിക്കോട്ടെ, ആ പ്ലാവിനെ പേരിട്ടാൽ എന്താണ് കുഴപ്പം? നിങ്ങൾ പൂച്ചയെ കല്യാണി എന്ന് വിളിക്കുന്നു, പട്ടിയെ ടോമി എന്ന് വിളിക്കുന്നു, എന്താണ് ഒരു പ്ലാവിന് പേരിട്ടാൽ എന്താ പ്രശ്നം? പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനജ്യോത്സവം ഒരു എവിടെ വെച്ചപ്പോൾ അതിനകത്ത് ഒരു വണ്ട് എഴുന്നേറ്റ് വന്ന് ഇവിടെ ചുറ്റി ഇങ്ങനെ ഈ എവിടെ വണ്ട് ഇവിടെ ഇങ്ങനെ ആക്രമിക്കാൻ പോയത്. ഇപ്പൊ ഇവിടെ നിലവിളിക്കാൻ അപ്പോൾ തോഴിമാര് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ദുഷ്യന്തൻ കണ്ടു നിൽക്കുകയാണ് മരത്തിന്റെ മറവിൽ. ചഞ്ചൽ കണ്ണുനയിലേക്ക് നീ ഇവിടെയും ഭൂമി തുറന്നു നീ കൊഞ്ചി കാതിനടുത്ത് ചെന്ന് പലർന്ന് മന്ത്രിച്ചിരുന്നു. അഞ്ചി കൈ തുകറിയിടവേ രതിപദം ചെഞ്ചൂണ്ടി ചൂണ്ടിക്കുങ്ങി പണ്ടേ അവൻ ഭാഗ്യവാൻ. ദുഷ്യന്തന്റെ അതാണ് അവസാനത്തെ പ്രയോഗമാണ്. പണ്ടേ ഒരു ഭാഗ്യവാനാടാ. കാരണം ആ ശകുന്തളയുടെ ചുറ്റുകിടന്ന് ഇങ്ങനെ കറങ്ങാനും ചെവിയിൽ പോയി രഹസ്യം പറയാനും ചുണ്ടിന്റെ അടുത്തൂടെയൊക്കെ പോകാനും എല്ലാം നിനക്ക് അവസരം ഉണ്ടായല്ലോ. നീ ഒരു ഭാഗ്യവാനാടാ പണ്ടേ എന്ന് ദുഷ്യന്തൻ പറയണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നൊക്കെ ശകുന്തള നിലവിളിക്കുകയാണ്. അപ്പം മരത്തിന്റെ പിറകിൽ ദുഷ്യന്തൻ ചാടി വീണിട്ട് ആഴാ എന്റെ രാജ്യത്തെ പ്രജകളെ ഉപദ്രവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ചാടി വീണാണ് ഈ 3 പെണ്ണുങ്ങൾ ഇയാളെ കാണുന്നത്. ഭയങ്കര ഇദ്ദേഹം ദുഷ്യം ഇപ്പൊ ചാടി വിടുന്നു. രാജാവാണെന്നൊന്നും ഇയാൾ പറഞ്ഞൊന്നുമില്ല. ഉഴപ്പിക്കണം. ഒരു പ്രത്യേക നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രാജാവാണ്, എൻ്റെ പേര് ദുഷ്യന്തനാണ് എന്നൊന്നും പറഞ്ഞില്ല.
പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച തോഴിമാരാണ് ശകുന്തള ഒരു ആ സമയത്ത് ഒരു വിപ്ലവമായി അന്തർമുഖ്യ തോഴിമാരാണ് സംസാരിക്കുന്നത്. അത് ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. തോഴിമാരുടെ അങ്ങേ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് രാജ്യത്തെ പ്രജകളാണ് ദുഃഖിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ താങ്കളേക്ക് പോകുന്നപ്പോൾ ആരാണ് അവിടെ രാജ്യത്തെ പ്രജകൾ, ഏത് രാജ്യമാണെന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഈ പടച്ചേണ്ടി ചോദിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശകുന്തള മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ മനുഷ്യനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വികാരം. ഇതാണ് ശകുന്തള. അപ്പൊ ശകുന്തള എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ പാട്ടുകൾ ഒന്ന് ആവർത്തിച്ച് കേട്ട് നോക്കിയാൽ ഇതിന്റെ ചില സ്ഫുരണങ്ങളൊക്കെ കാണും. അവൻ സംഭവിച്ചു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താണ്? ഈ വേട്ടക്കാര് അവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആന വരണ്ട് അതിന്റെ കാലിൽ ഇങ്ങനെ വള്ളികളൊക്കെ ചുറ്റി ഒരാന വരണ്ട് വരയാണ്. അപ്പൊ അതിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇവർക്ക്. അപ്പോ തോഴിമാര് പറഞ്ഞു, എന്നാൽ മഹാരാജൻ ഞങ്ങൾ മഹാരാജൻ രാജാവാണെന്ന് അറിയണമെന്നല്ല പറയണത്, ഞങ്ങൾ വെക്കോട്ടെ, ആന ഞങ്ങൾ വിളിക്കുന്നില്ല പിരിയാം ദുഷ്യന്തൻ പറയുന്നു. അപ്പോ ശകുന്തള തോഴിമാരെ കൂടെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ ചില കള്ളങ്ങൾ നടിച്ചു. ഒരു കാരണം ദർഭമുന കാലിൽ കൊണ്ടു എന്ന് പറഞ്ഞ അവള് ദർഭമുന എടുക്കാൻ നിൽക്കുന്നത് പോലെ കാലിങ്ങനെ പൊക്കി അവള് നിൽക്കുകയാണ്. ദർഭാങ്കുരയുടെ ചരണക്ഷണ ഇത്യാകാണ്ടെ തന്നീ സ്ഥിത കതിരിത പദാനികത്വ ആസീ വിവൃത്തറതന ച വിമോചയന്തി ശാഖാസു വൽക്കലം അസക്തം അഭി ച നുമാണ്. കാലിൽ ദർഭമുന കൊണ്ടതുപോലെ അവളെ എടുക്കാം നിൽക്കും പോലെ. പിന്നെ അവളുടെ വൽക്കലം വേലിയിൽ ഉടക്കിയതുപോലെ നടിച്ച് കള്ളനാട്യമാണ് അവള് ഇയാളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി. ഈ ദുഷ്യന്തര വയലാർ എഴുതിയപ്പോ കാലിൽ ദർഭമുന കൊണ്ടിട്ടോ മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ അല്ലിപ്പൂ തണലിൽ നാണിച്ചു നിന്നു, അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. അങ്ങനെ പോയി ദുഷ്യന്തൻ ശരിക്കും പറഞ്ഞാൽ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയ്ക്ക് വന്ന ദുഷ്യന്തൻ വേട്ട നിർത്തിവെക്കുകയും പകരം വേറൊരു വേട്ട തുടങ്ങുകയും. ഇതാണ് സത്യം. എല്ലാം നിരോധിച്ചു, സൈന്യങ്ങൾക്കെല്ലാം വിശ്രമം, ആരും ഇനി വേട്ട തുടങ്ങുന്നില്ല, പരിസരത്ത് തന്നെ നമ്മളുണ്ടാവും. പിന്നെ അയാള് ഓരോ അവസരം ഉണ്ടാക്കി ഇവിടെ വരാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ താഴെ മഹർഷിമാര് യാഗം നടത്തുമ്പോൾ മുകളിൽ നിന്ന് രക്തം ഇതുപോലെയുള്ള മാലിന്യങ്ങൾ വർഷിച്ച് ഇത് നശിപ്പിക്കുന്ന ഒരു പ്രവണത രാക്ഷസന്മാരെ കൊണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി അങ്ങ് ഇവിടെ താമസിക്കുമോ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ദുഷ്യന്തൻ അത് തന്നെ ഒരു കോളാക്കി അവിടെ താമസാക്കി. യാഗരക്ഷ ചെയ്യാൻ വേണ്ടി അവിടെ താമസാക്കി, അവിടെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? കൊട്ടാരത്തിൽ നിന്ന് ആള് വന്നു. അമ്മ, ദുഷ്യന്തന്റെ അമ്മ അയച്ചിരിക്കുകയാണ് ആളെ. എന്താണ് കാര്യം? അമ്മയുടെ ജന്മദിനമാണ്, അവൾ പെട്ടെന്ന് എത്തണം എന്നൊക്കെ പറഞ്ഞു. ദുഷ്യന്തന് പോകാൻ മനസ്സില്ല. പകരം എന്ത് ചെയ്തു? ഇവിടെ എന്തെന്ന് വിചാരിച്ചു. ഇയാളെ ഇവിടെ എപ്പോഴും നടക്കുന്നത് തമാശക്കാരാണ്, സൂത്രക്കാരൻ, ഭയങ്കര തമാശയാണ്. അപ്പം ഇത് ഇടയ്ക്ക് അവൻ നമ്മളെ ഡയലോഗുണ്ട്. ഇല്ല അത് ചോദിക്കും, എങ്ങനെ നിങ്ങൾക്ക് അവൾ നിങ്ങളോട് ഇഷ്ടമാണ് എന്നുള്ള മട്ടിലൊക്കെ തന്നെയാണോ പെരുമാറുന്നത്? ഇല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവളെ നോട്ടം, ഭാവം, ഇത്യാദി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലമായ സംശയമാണ്. എന്നെ അവൾ ഇഷ്ടപ്പെടുന്നു. കൂടെ ഇയാൾ പറയും, ഓ പിന്നെ ഇത്രയൊക്കെ പോലെ കാണുന്നതിന് മുമ്പ് അവൾ ഓടി ചാടിക്കയറി നിങ്ങളെ മടിയിരിക്കും എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഡയലോഗാണ് ഈ കൂട്ടുകാരൻ. പ്രകൃതിയായിട്ട് ഇയാളായി ഭയങ്കര ഹാപ്പിയായി. രാജാവിന്റെ പ്രകൃതിയായിട്ട് ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പറയുകയും ചെയ്യും, നിങ്ങളിവിടെ വരും, ഞാനൊരു രാജാവിന്റെ പ്രൗഢിയോടുകൂടി നമ്മൾ ഈ പിറന്നാൾ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞു. ദുഷ്യന്തനാണ് തന്നെ
അപ്പം കയറിയിരുന്ന് പ്രേമമായി. പ്രേമം അച്ഛൻ സ്ഥലത്തില്ല. അപ്പൊ ശകുന്തളയ്ക്ക് ഒരു എന്താണ് ഒരു 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 ചിന്താഗതി ഉണ്ടായില്ല. അച്ഛൻ വരട്ടെ എന്നിട്ടാവാം എന്നൊരു ചിന്താഗതി ഉണ്ടായില്ല. അതിന്റെ ഗുരുതരമായ ഫലങ്ങളാണ് അവൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് പിന്നീട് ഒരുപാട് നിരൂപകന്മാർ എഴുതിയിട്ടുണ്ട്. അച്ഛൻ വരുന്നത് നോക്കാതെ അതിന് കല്യാണം കഴിയുന്നു. ഗാന്ധർവ വിധി പ്രകാരം. അതെന്താണ് ഗാന്ധർവ വിധി പ്രകാരം? കർമ്മസാക്ഷികളെ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവരെയൊക്കെ സാക്ഷി നിർത്തി കല്യാണം കഴിക്കുന്നതാണ് ഗാന്ധർവ വിധി പ്രകാരമുള്ള കല്യാണം. രഹസ്യം ചെയ്യുന്നതാണ് ഭാഗം എന്നാണ്. അത് ഭാര്യ ഭർത്താവ് മാത്രമേ കാണൂ. സബ്രേഷർ ഓഫീസോ സാക്ഷികളോ ഒപ്പിടലോ അതിനൊന്നും ഓണൊന്നും ഭാര്യ ഭർത്താവ് മാത്രം. അങ്ങനെ കല്യാണം കഴിച്ചു. മധുവും വസ്തുതയ്ക്ക് എല്ലാം നടന്നതിന് ശേഷം ദുഷ്യന്തൻ തിരിച്ചു പോവുകയാണ് രാജ്യത്തെ. അവിടെ ഈ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇയാളെ പോകുന്ന വഴിക്ക് ശകുന്തളയെ കൂടെ കൂട്ടിയില്ല? ഒരു കാരണം പറയുന്നുണ്ട്, അച്ഛനില്ലാത്തത്. അവിടെ പോയി. അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 3 ദിവസത്തിനകം നിന്നെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. മോതിരം വിട്ട കഥയൊക്കെ അറിയാം. അത് ദുഷ്യന്തൻ ഒരു പേര് കുത്തിയിട്ടുണ്ട്. അപ്പൊ ദുഷ്യന്തൻ എന്നുള്ള വാക്കിൽ 3 അക്ഷരങ്ങൾ. ആ 3 എണ്ണം നീ ഓരോ ദിവസവും ഓരോന്ന് എഴുതുമ്പോഴും ആ 3 അക്ഷരം കഴിയുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ വിധി നേരെ തിരിച്ചായിരുന്നു. ഇവള് ദുഷ്യന്തൻ പോയതിനു ശേഷം ഏത് സമയവും ദുഷ്യന്തനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ദുർവാസാവിന്റെ പ്രവേശനം. ദുർവാസാവ് വന്നത് അവൾ അറിയില്ല. അവൾ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. അവൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. പക്ഷെ അവൾ അനക്കമില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് ദുർവാസാവിന് മനസ്സിലായി, നമ്മൾ ആരെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകുന്നത്. ശപിച്ചിട്ടാണ് ദുർവാസാവ് വിളിച്ചത്. ഇത് പാവപ്പെട്ട ശകുന്തള അറിയുന്നില്ല. ഇങ്ങനെയാൾ വന്നതും ശപിച്ചതും ഒന്നും അറിയില്ല. അപ്പൊ ഈ മോതിരം കൈ കിടന്നു. ദുഷ്യന്തൻ 3 അക്ഷരം എണ്ണിക്കഴിഞ്ഞിട്ടും ദുഷ്യന്തനെ കാണാൻ. കാരണം ശാപം കിടക്കുകയാണ്. അപ്പൊ അയാള് നീ ആരെയാണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ. മറന്നു. ദുഷ്യന്തൻ മറന്നു. അതുകൊണ്ട് ദുഷ്യന്തൻ ആളെ അയച്ചില്ല. എല്ലാ സന്നാഹങ്ങളോടും കൂടി 3 ദിവസത്തിന് ശേഷം ഇതിനെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ മറന്നു. തീർത്ഥയാത്രയ്ക്ക് പോയിരുന്ന കണ്ണൂർ തിരിച്ചു. അദ്ദേഹം ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം രാവിലെ വന്നിട്ട് പൂജാമുറിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു അശരീരം അന്തർദുഷ്യന്ത വീര്യത്തെ ഏന്തുന്നു നിന്റെ പുത്രിയാൾ. നിന്റെ മകൾ ഉള്ളിൽ ദുഷ്യന്തന്റെ വീര്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്യന്തനിൽ നിന്നും നിന്റെ മകൾ ഗർഭിണിയാണ്. ഇതാണ് അശരീര അർത്ഥം. ആരും അദ്ദേഹത്തിനോട് പറഞ്ഞതല്ല, അശരീരി കാരണം കേട്ടതാണ്. പുറത്തു വന്നു അന്വേഷിച്ചപ്പോൾ എല്ലാവരും കാര്യം പറഞ്ഞു. ദുഷ്യന്തനോട് വന്നിരുന്നു, താമസിച്ചു, ഗാന്ധർവ കല്യാണം കഴിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി വൈകിക്കാൻ പറ്റും. അന്തർദുഷ്യന്ത വീര്യത്തെ ഏൽക്കുന്നു നിന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയാണ് അവള്. ഗർഭിണിയായ ഒരു മകളെ അച്ഛനും എല്ലാ തയ്യാറെടുപ്പ് നടത്താൻ പറഞ്ഞു. അച്ഛനോടൊക്കെ 2 പേരെ സെലക്ട് ചെയ്തു. സാധനവും അപ്പം ഒരു വളർത്തമ്മയെ പോലെ ഒരു സ്ത്രീ ആര്യ ഗൗതമി. പക്ഷെ അവരെ ആരോഗ്യസ്ഥിതി പ്രകാരം അവരെ അയക്കുന്നില്ല. പകരം ഈ 2 പേരെ കൂട്ടി ശകുന്തളയെ ഹസ്തിനപുരത്തേക്ക് അയക്കുന്നു. കുറേ ദൂരം കണ്വൻ അനുയാത്ര ചെയ്തു. എവിടെ? അപ്പൊ അനുയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരാളുടെ ബസ് കയറ്റാൻ കൊണ്ടുവിടേണ്ട, വെള്ളം കാണുന്ന സ്ഥലത്ത് വെച്ച് വിട പറയാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോകുന്ന വഴിക്ക് ഇവർക്ക് ജലപാതത്തിന് പോലും മുഖമുണ്ടാവില്ല എന്നുള്ളതാണ് ഉദ്ദേശം. വെള്ളം കാണുന്നിടത്ത് വെച്ച് നമ്മൾ തിരിച്ചു പോരാ. വെള്ളം കാണുന്ന സ്ഥലത്ത് വെച്ച് കണ്ണൂർ വിട പറയാൻ പോയിട്ട് വന്നു. പിന്നെ കണ്വൻ കാളിദാസന്റെ നാടകത്തിൽ പ്രവേശിക്കുന്നില്ല.
ഇവര് നേരെ അപ്പൊ യാത്രയെപ്പെട്ട ഭയങ്കര ഗംഭീരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശംസകളും അങ്ങനെയൊക്കെയുള്ള. ഉദാഹരണത്തിന് ശാകുന്തളം 4-ാം അംഗം എന്ന് പറഞ്ഞു. ഈ ശാകുന്തളം 4-ാം അംഗം എന്ന് പറയുന്നത് വെച്ചാൽ 4-ാം അംഗം വരെ പഠിച്ചാൽ മതി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കാളിദാസ കാവ്യങ്ങളിൽ മികച്ചതേത്? ശാകുന്തളം. ശാകുന്തളത്തിൽ മികച്ച അംഗമേത്? 4-ാം അംഗം. ഇത് ലോകം മൊത്തം പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. ശാകുന്തളേ ചതുർത്ഥോങ്ക, ശാകുന്തളത്തിന് 4-ാം അംഗം. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ എത്ര കവി, ഉദാഹരണത്തിന് വയലാറിന്റെ ഏറ്റവും പ്രശസ്തമായ സഖ്യന്റെ ഹൃദയം മരവിച്ചു, സന്ധ്യതൻ കവിൾത്തടം ചുവന്നു, മകളുടെ ഗംഭീരം യാത്രകൾ കിട്ടിപ്പോൾ മണ്ണിന്റെ കണ്ണുകളിൽ വന്നു. ഇത് രസമുള്ള പാട്ടാണ്. വയലാർ ആ പാട്ടിന്റെ എസൻസ് മൊത്തം മെഴിഞ്ഞെടുക്കുന്നത് ഈ ശാകുന്തളം 4-ാം അംഗത്തിൽ നിന്നാണ്. അത്ര വികാര നിർഭരമാണ് ആ യാത്രയൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? നേരെ അങ്ങെത്തി ഹസ്തിനപുരം. അവിടെ എത്തുമ്പോൾ ദുഷ്യന്തൻ ആ കൂടി ഒരു സ്വസ്ഥത ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ദുഷ്യന്തന്റെ പ്രഭാതം പൊട്ടിയിടാറുള്ളത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ശാപം വന്നതിന് ശേഷം എന്തോ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നു എന്നുള്ള തീരുമാനം, എന്നുള്ളൊരു അനുഭവം പുള്ളിക്കുണ്ടായിരുന്നു. കാലത്തെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്തുതിപാഠകന്മാര് ഇയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടുന്നുണ്ട്. സ്തുതിപാഠകന്മാർ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇയാൾക്ക് പ്രസാദമൊന്നുമില്ല. അപ്പോഴാണ് പറയുന്നത്, കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് 2 മഹർഷിമാർ വന്നിട്ടുണ്ട്, കൂടെ ഒരു സ്ത്രീയുമുണ്ട്. അപ്പോഴാണ് കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് എന്നെ കാണാൻ ഇപ്പോൾ വരാനായിട്ട് ആവശ്യമുണ്ടോ? വിളിച്ച ഞാൻ അങ്ങോട്ട് ചെല്ലുമല്ലോ. ഒരു വിളി പറയാനുണ്ട്. മഹർഷിമാരുടെ ആശ്രമത്തിൽ നിന്ന് അവരെ എങ്ങോട്ട് വിളിക്കുന്നത് ശരിയാണ്. അദ്ദേഹം തന്നെ ഇറങ്ങിച്ചെല്ലുക. ചെല്ലുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് 2 മഹർഷിമാർ നല്ല തമിഴിൽ പോലെയുള്ള. ഇയാൾ തന്നെ ആ സ്ത്രീയെ നോക്കി ഇയാൾ തന്നെ പറയുന്നുണ്ട്, എന്ത് സൗന്ദര്യം, തളിര്, ഇയാൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശരി, നിങ്ങൾ നോക്കുന്നത് ശരിയല്ല. അപ്പൊ അവർ എന്താണ് കാര്യം? ദുഷ്യന്തന്റെ സ്വഭാവമാണ്. എനിക്കിങ്ങനൊരു സ്ത്രീ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു ഞെട്ടലോടെയാണ് 3 പേര്. അപ്പം എന്നിട്ട് ദുഷ്യന്ത അതുവരെ ശകുന്തള യാതൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ദുഷ്യന്ത പറയരുത്, ആകെ തൻ മക്കളെ ഇഹ കുയിൽ പെണ്ണ് താരെ പറക്കാറാകുന്നോളം മറുപറയെ കൊണ്ട് പോറ്റുന്നുവല്ലോ. കുയിലിന്റെ കൂട്ടിൽ കാക്ക മുട്ടയിടും, തിരിച്ച് മുട്ടയിടും. എന്നിട്ട് ഇത് സംഭവം മുട്ട വിരിഞ്ഞ് ഇത് പാറി പറന്ന് പോകുന്നത് വരെ തിരിച്ചറിയുന്നില്ലല്ലോ. കാക്കയുടെ കുഞ്ഞും കുയിലിന്റെ കുഞ്ഞും 2 തരത്തിൽ ശബ്ദിക്കുമ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ആകെ തൻ മക്കളെ കുയിൽ പെണ്ണ് താനെ പറക്കാറാകുന്നോളം മറുപറവയെ കൊണ്ട് പോറ്റുന്നു വരുന്നു. ദുഷ്യന്തൻ അടിച്ച അടിയാണ്. ഒരു പെണ്ണായിട്ടുള്ള സഹിക്കില്ല. സ്ത്രീകൾക്കേറ്റം പടുത സഹജം ജന്തുവർഗത്തിലും താൻ ലോകയെ കാണാം. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ വർഗം ജനിക്കുന്നത് തന്നെ അതിസാമർത്ഥ്യത്തോടു കൂടിയാണ്. നിങ്ങൾ പറഞ്ഞ സാമർത്ഥ്യമാണ്. അതുവരെ ഉണ്ടായിരുന്ന ശകുന്തള പൊട്ടിത്തെറിച്ചു. ദുഷ്യന്തനെ വിളിച്ച ചീത്ത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പുല്ലുമൂടിയ കിണറാണ്. ധർമ്മത്തിന്റെ കുപ്പായം മുകളിൽ ഇങ്ങനെ അണിഞ്ഞിട്ട് അടിയിൽ ചതിയുടെ അബോധ ഗർത്തങ്ങളെ സൂക്ഷിക്കുന്ന ഒരു കിണർ, പുല്ലുമൂടിയ കിണറാണ്. തിരിച്ചടിച്ചു. ഭയങ്കര ഫൈറ്റാണ്. ശകുന്തള കിട്ടില്ല, തിരിച്ചടിച്ചു. അയാൾക്ക് പോകുന്നതെല്ലാം പറഞ്ഞു. സാറിന് ശാരദവും എല്ലാവരും പറഞ്ഞു. പക്ഷെ അവസാനം തമാശ എന്ന് പറയുമ്പോൾ ഈ 2 പേര്, ഈ 2 മഹർഷിമാരും ഉപേക്ഷിച്ചു. അത് പറഞ്ഞ കാര്യം നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട. നീ പറയുന്നതാണോ ഈ രാജാവ് പറയുന്നതാണോ ശരി ഞങ്ങൾക്കറിയില്ല. നീ പിഴച്ചവളാണ്. ആ 2 മഹർഷിമാർ പറയും, നീ പിഴച്ചവളാണ്.
നിന്നെയും കൊണ്ട് ഞങ്ങൾ ഇനി കണ്വാശ്രമത്തിലോട്ട് പോവുകയില്ല, നമുക്കിവിടെ വെച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും നിഷ്കരണം ഇറങ്ങിപ്പോയി. ദുഷ്യന്തൻ അളവേഷിച്ചു, മുനിമാരും ഉപേക്ഷിച്ചു. ഈ മഹർഷിമാർ പോകുമ്പോൾ പിറകെ കരഞ്ഞുകൊണ്ട്, അത് പിന്നെ നമ്മളെ രാജാരവിവർമ്മ ചിത്രമാക്കിയിട്ടുണ്ട് ആ സംഭവം. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ പിറകെ പോകുന്ന ഒരു ദൃശ്യം പുറകെ പോയി. പക്ഷെ അവിടെ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ഏവരെ പോയി? ഹസ്തിനപുരത്തെ രാജാവായ ദുഷ്യന്തന്റെ ഉദ്യാനത്തിലെ ഈ അപ്സരസ് തീർത്ഥം എന്ന സ്ഥലമാണ്. കാരണം അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള അപ്സരസ് നീരാടാൻ ഇറങ്ങുമെന്നാണ് സങ്കല്പം. അതിൻ്റെ കര വരെ ഇവിടെ. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു? ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഏതോ ഒരു അത്ഭുത സ്ത്രീരൂപം എവിടെയൊക്കെ ആകാശത്തേക്ക് പറഞ്ഞു. അത് ഇവിടെ അമ്മയായിരുന്നു. അത് നമ്മൾ പിന്നെയാണ് അറിയുന്നത്. അവിടെ ഒരു സസ്പെൻസ് വെച്ചിട്ട് എടുത്തോണ്ട് പോയി. അപ്പം ഈ വിദൂഷകനോ അങ്ങനെയുള്ള ഒരു ആരും പറയുന്നു, അങ്ങനെയാണെങ്കിൽ സത്യാവസ്ഥ തെളിയുന്നത് വരെ ഇവിടെ എൻ്റെ വീട്ടിൽ നിർത്തിക്കോളാം എന്ന് പറയും. എന്നിട്ട് അയാൾ ഇവിടെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അയാൾ ഈ ദൃശ്യം കാണുന്നത്. ഇവിടെ ഒരു സ്ത്രീ രൂപം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. തിരിച്ചു വന്ന് രാജാവിനോട് പറയും, രാജാവെ ഇനി കാണിച്ചു തരുന്നത് നമ്മളെ എടുത്തോണ്ട് പോയി. രാജാവ് അത് വിളിക്കും. നമ്മളത് വിട്ടുകളഞ്ഞ ഒരു ഗ്യാസാണ് എന്നുള്ളതായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ദുഷ്യന്തൻ യാതൊന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അത്ഭുതകരമായി ആ മോതിരം, പണ്ട് ശകുന്തളയുടെ കയ്യിൽ അണിയിച്ച ദുഷ്യന്തൻ എന്ന് പേര് മോതിരം അയാളെ കയ്യിൽ. കാരണം അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നീ ആരെ ധ്യാനിക്കുന്നുവോ അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പം ശാപമോക്ഷവും കൊടുത്തു. അടയാളവസ്തു കാണിച്ചാൽ ഓർമ്മ വരും. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു മുക്കുവൻ ഒരു മീനിനെ പിടിച്ചു. അത് ആ മീനിനെ കുറിച്ച് തന്നെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ മീൻ എന്ത് തരം മീനാണ്, മോതിരം പിടിക്കുന്ന ചാവാത്ത ഏത് മീനാണ്? ചെങ്കവരി എന്നോ മറ്റോ ആണ് കാളിദാസം ഉപയോഗിച്ച വാക്ക്. അപ്പൊ ഈ മീനിനെ കൊണ്ടുവന്ന് അറുത്ത് കീറി ഒക്കെ എടുക്കുമ്പോഴാണ്. അപ്പൊ ഇതിനു മുമ്പ് സത്യം പറഞ്ഞ ദുഷ്യന്തന് ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് എവിടെയോ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഉണ്ട്. പുള്ളി പറയുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു മറവിയല്ല, അബോധങ്ങളിൽ അവൾ കിടക്കും. പുള്ളി കൊടുക്കുന്ന ഒരു ഉപമയുണ്ട്. രാവിലെ ഒരു വണ്ട് തേൻ കുടിച്ച് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഒരു പൂവിൻ്റെ അടുത്തെത്തിയപ്പോൾ വണ്ടിന് കൺഫ്യൂഷൻ. കാരണം അകത്തൊരു തുള്ളി ഇരിക്കുന്നുണ്ട്. അത് മഞ്ഞുതുള്ളിയാണോ അതോ തേൻ തുള്ളിയാണോ? ഇതാണ് വണ്ടിന്റെ കൺഫ്യൂഷൻ. ഇത് മഞ്ഞുതുള്ളിയാണ്, ഇത് ഞാൻ നേരത്തെ തേൻ കുടിച്ച പൂവാണ്, ഇപ്പൊ ഇരിക്കുന്നത് മഞ്ഞുതുള്ളിയാണ് എന്നും പറഞ്ഞ് പോയാൽ നഷ്ടക്കച്ചവടമാവും ചിലപ്പോൾ. കാരണം ഇത് തേനായിരിക്കും. ഇത് തിരിച്ച് ഇത് ഞാൻ കുടിച്ച പൂവൊന്നുമല്ല, തേൻ തുള്ളിയാണ്, കുടിക്കാം എന്നും പറഞ്ഞ് തുള്ളി കൈ കൊണ്ട് ഇട്ട് കൊടുത്താൽ ഭയങ്കര അലർജിയാണ് വണ്ടിന് മഞ്ഞ്. ഈ ഫ്രീസറിൽ നടക്കുന്ന സാധനം കുടിക്കുന്നവർക്ക് പ്രശ്നമാണ്. അപ്പം കോമൽ കാന്തി തികഞ്ഞ് ഇവിടുന്ന് മഴകാർന്ന് ആസന്നമായുള്ളൊരു ഈ ഭൂമി എന്ത് തുകർന്നതോ അതല്ലേ എന്നുറയ്ക്കായികയാൽ തൂമഞ്ഞുള്ളിലിടുന്ന മുല്ല പുലരിൽ കണ്ടോരും വണ്ടെന്ന പോലെ കൊള്ളാനും അഥവാ തള്ളാനും ആളല്ല. ഇത് വണ്ടാണ്, ഇത് തേനാണോ മഞ്ഞുള്ളിയാണോ എനിക്ക് പറ്റില്ല. കൊള്ളാനും അഥവാ തള്ളാനും ആളല്ല. വണ്ട് ടോട്ടൽ കൺഫ്യൂഷൻ. വൈദ്യ സാർ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന സമയത്ത് ഇതേപോലെ അതിലെ നായകനുണ്ടായ കൺഫ്യൂഷൻ അവതരിപ്പിക്കാൻ വേണ്ടി സാറെടുത്ത് ഉപയോഗിച്ചത് ഈ കൽപ്പനയാണ്. സംഭവം ഇന്ന് ബിന്ദുമുഖപട ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറുമ്പോലേ ഹരിയനിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൽ പൊരുളറിയാതെ ഞാൻ
ഇതേ ആശയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടിൻ്റെ കൺഫ്യൂഷൻ, അപ്പോൾ ദുഷ്യന്തൻ്റെ കൺഫ്യൂഷൻ, വണ്ടിൻ്റെ കൺഫ്യൂഷൻ, വയലൂർ സാറിൻ്റെ സിനിമയിലുമായ കൺഫ്യൂഷൻ. ഇതാണ് ഇയാളെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. ആര് ഈ ഭയങ്കര ഒരു ഇയാളെ വേട്ടയാടുകയാണ് ശരിക്കും ഈ പെണ്ണിൻ്റെ രൂപം. പക്ഷെ ഉറപ്പില്ല. എന്തെന്നറിയാമോ? ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ലെങ്കിൽ ഇവിടെ ഏറ്റെടുത്താൽ ഞാൻ ഭാവിയാവും. അതാണ് പുള്ളി ആക്കുന്ന പ്രശ്നം. ഞാൻ ഭാവിയാവും. അന്യന്റെ ഗർഭം ഞാൻ ഏറ്റെടുക്കുക, ഞാൻ ഭാവിയാവും. അപ്പൊ അങ്ങനെ ചെങ്കവരിന്റെ യവൻ, ഈ മുക്കുവൻ ഈ മോതിരം വിൽക്കാൻ വേണ്ടി ചന്തയിൽ ശ്രമിക്കുമ്പോൾ ഇവനെ പിടികൂടി ദുഷ്യന്തന്റെ പോലീസുകാർ ഇവനെ പിടികൂടി ദുഷ്യന്തന്റെ അടുത്ത് കരഞ്ഞ് പറയാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ഒരു മീനിനെ അർത്ഥപ്പെട്ട്. കാരണം ഈ ശാർങ്ങരവനും ശാരന്തനും ശകുന്തളയും കൂടെ ഹസ്തിനപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ശക്രാവതാരം എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച്